എന്താണ് എനിക്ക് തോന്നുന്നത്, നമുക്ക് നേരെ നിങ്ങൾക്ക് എന്താണ് ചോദിക്കുന്നത്? എല്ലാവരും പരിചയപ്പെടാറ്. സൈഡിൽ തുടങ്ങിയാൽ പൂജയാണ്. എനിക്ക് നമ്മുടെ നമ്മുടെ പടത്തിൽ അഭിനയിക്കുന്നത്. അശ്വിനി നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനറാണ് സിനിമയുടെ. അശ്വിനി കലൻ പേര്. ഹിപ്സ്റ്ററിനെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നമ്മുടെ മൂവിയിലെ നായകന്മാരുടെ ഒരാളാണ്. റോഷൻ, ഫഫ, ജിത്തു മാധവൻ, സജിൻ ഗോപു, നീരജ് ചേച്ചി, മിഥുൻ. അവരുടെ പടത്തിലെ പേര് പറയണോ ശരിക്കുള്ള പേര് പറയണോ ചെറിയ കൺഫ്യൂഷനായി പോയതാണ് ലേറ്റ് ആയത്. ലാസ്റ്റ് കസേര വരാൻ പോകുന്നത് സുഷിൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇതൊക്കെ പ്രത്യേകിച്ച് ആമുഖങ്ങളൊന്നും പറയാനില്ല. സിനിമയുടെ ഇതുവരെ ഇറങ്ങിയ ഔട്ടുകൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ട്രെയിലർ, പാട്ടുകളെല്ലാം അതിൽ കൂടുതലൊന്നും പുതിയതായിട്ട് ഇനി വരാനൊന്നുമില്ല. ഇനിയുമെല്ലാം ടീസർ എന്ന് വിളിക്കണം, ട്രെയിലർ എന്ന് വിളിക്കണം, നമ്മളിതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് തന്നെയാണ്. ഇനി പുതുതായിട്ടൊരു ഔട്ടുകൾ വരാനില്ല. മറ്റന്നാൾ സിനിമ ഇറങ്ങുവാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതിനെക്കുറിച്ച് ഇനി ബാക്കി ചർച്ചകളിലേക്ക് പോവാം. അത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്ന പോലെ ആയിരിക്കും? ഓ, അങ്ങനെയാണോ? ഓക്കെ. ഞാനതിൽ സ്വീറ്റി എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. പറയണ്ട. Hi, this is Ashwini Kale. I am the production designer for the film. All I would like to say that it was a beautiful experience to work with this team, and everyone has supported me in every possible way. Thank you. ഞാൻ ഹിപ്സ്റ്റർ. അപ്പോൾ ഇതിൽ അജു എന്ന് പറയുന്ന റോളാണ്, ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞാൻ കുറച്ച് നെർവസ് ആണ്. അതെ, ഞാൻ റോഷൻ. അപ്പോൾ ഞാനിതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഒരു ശാന്തൻ എന്നാണ്. അപ്പോൾ ഞാനിന്ന് അവസാനം എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് എന്നാണ്. അപ്പം ഇതുവരെയും ചെയ്യാത്ത കുറച്ച് കഥാപാത്രമായിട്ടൊക്കെ എനിക്കും തോന്നി, എല്ലാവർക്കും തോന്നി. അപ്പം ഞാൻ സിനിമയെന്ന് പറയാനുള്ളത് ബാക്കി മറ്റൊന്ന് റിലീസാകാൻ പോകുന്ന പടത്തെ പറ്റി കൂടുതൽ സംസാരിക്കുന്നുണ്ട്. താങ്ക് യു. എൻ്റെ പേര് സജിൻ എന്നാണ്. ഞാനിതിലൊരു അമ്പാൻ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ക്യാരക്ടറാണ്. അപ്പോൾ എന്തൊരു മറ്റന്നാൾ പടങ്ങളുണ്ട്. ഞാൻ നീരജ രാജേന്ദ്രൻ. ഈ ചെറിയ പ്രായം കുറഞ്ഞ ആൾക്കാരുടെ കൂടെ ഇതിൽ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ്. ഇദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് ഞാൻ ചെയ്യുന്നു. നമസ്കാരം, എൻ്റെ പേര് മിഥുൻ ജയശങ്കർ എന്നാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ബിബി എന്നാണ്. പിന്നെ ആവേശം ഞങ്ങൾ മൂന്ന് പേർക്കും ഒരിക്കലും 1% പോലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു അനുഭവമാണ്. ബാക്കിയെല്ലാം പടത്തിൻ്റെ റിസൾട്ട് വന്നിട്ട് സംസാരിക്കാൻ തോന്നുന്നു. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സുഷിൻ ശ്യാം. ഇതിൽ മ്യൂസിക് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സ് ആണ് ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതുവരെ ചെയ്യാത്തൊരു പാറ്റേൺ പിടിക്കാൻ പറ്റി. കുറേ പാട്ടുകളുണ്ട്. പടം ഇറങ്ങുന്നു, എല്ലാവരും കാണണം. താങ്ക് യു. രോമാഞ്ചം പോലെ എന്ന് പറയാൻ പറ്റില്ല. രോമാഞ്ചം ടോട്ടലി എൻ്റെ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള സിനിമയാണ്. ഇത് ചെറുതായിട്ട് അവിടെ ഇവിടെ ഇൻസ്പയർഡ് ആയി പോയിട്ട് ഉള്ളൂ. ചില അനുഭവങ്ങൾ കഥയാക്കി വലുതാക്കി സിനിമയാക്കി എന്നുള്ളതേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ടും എൻ്റെ അനുഭവം ഒന്നും പറയാൻ പറ്റത്തില്ല. ഇല്ല, രോമാഞ്ച സിനിമയായിട്ട് യാതൊരു കണക്ഷനില്ല. അല്ല, അതങ്ങനെയല്ല. അത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതാണ്. എന്തായാലും അത് ക്ലിയർ ചെയ്തേക്കാം. അതായത് രോമാഞ്ച സിനിമയിൽ ചെമ്പൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ
സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുള്ളിയുടെ അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ്. അപ്പിയറൻസും ആ സ്വഭാവവും ഈ രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ്. അപ്പോൾ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ്. ഞാൻ എനിക്ക് പേഴ്സണലി പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പലയിടത്തും കണ്ടിട്ടുള്ള മുന്നേ ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ രോമാഞ്ചത്തിലെ ക്യാരക്ടറിനോട് യാതൊരു ബന്ധവുമില്ല. രോമാഞ്ചം തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ആദ്യമേ ഒരു സ്ലോ പേസ് വരിക, ആദ്യം വലിയൊരു ഓളോ ഒന്നും ഉണ്ടാക്കില്ല. പിന്നീടാണ് ആളുകളിലേക്ക് ഇറങ്ങി വലിയൊരു തിയേറ്റേഴ്സിൽ മാറി അങ്ങനെ ഒരു വലിയൊരു കളക്ഷനൊക്കെ ഉണ്ടായത്. ആവേശം അങ്ങനെയായിരിക്കും ഒരു ആദ്യം തന്നെ തിയേറ്ററിൽ ആവേശം കൊള്ളിക്കുന്ന ലെവലിലുള്ള മേക്കിംഗ് ആണ്. ആവേശം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ ആൾ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ആൾക്കാരെല്ലാവരും വരണം, വന്നൊരു ഓളം ഉണ്ടാക്കി തരണം തുടക്കത്തിൽ. അപ്പോൾ ആ ഓളത്തിൽപ്പെട്ട് മുന്നോട്ട് പോകണമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയും കൂടെയാണ്. സിനിമ തിയേറ്ററിൽ നിറഞ്ഞ അതായത് ഫുൾ ക്രൗഡോട് കൂടിയിരുന്ന് കാണേണ്ട, എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇപ്പം നിങ്ങൾ ഫ്രണ്ടിലിരിക്കുന്ന പോലെ മിണ്ടാതിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് വിശ്വസിക്കുന്നില്ല. ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കാണേണ്ട സിനിമയാണ്. ഉറക്കെ ചിരിച്ചും ഉറക്കെ ബഹളം ഉണ്ടാക്കി തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അതെനിക്ക് ഉറപ്പായിട്ടും തിയേറ്റർ വാച്ച് തന്നെയാണ്. അപ്പോൾ രോമാഞ്ചം അങ്ങനെയായിരുന്നു. അപ്പോൾ അതിന് ഉറപ്പായിട്ടും അതിന് മേളിലേക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. രോമാഞ്ചം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അപ്പോൾ രോമാഞ്ചം ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സിലേക്ക് എങ്ങനെയാണ് വരുന്നത്? എങ്ങനെയാണ് അവർ? അതായത് രോമാഞ്ചം ഷൂട്ടിന് ശേഷം ഞാൻ ഈ കഥ ഡെവലപ്പ് ആയതിനു ശേഷം ഞാൻ അൻവർ റഷീദിൻ്റെ അടുത്ത് പോയിട്ട് പറയായിരുന്നു. നേരിട്ട് ഫോൺ സംസാരിച്ച് ഒരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സജിനാണ് എനിക്ക് ആക്ച്വലി അവിടെ കണക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് കഥ പറയായിരുന്നു. കഥ പറഞ്ഞ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഉടനെ തന്നെ ഫഹദിലേക്ക് എത്തി. അതങ്ങനെ പ്രൊജക്റ്റ് ആവുമായിരുന്നു. ആക്ച്വലി രോമാഞ്ചം റിലീസിന് ഞാൻ ഓൾറെഡി ആവേശത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനിലായിരുന്നു. ബാംഗ്ലൂർ ഷൂട്ട് തുടങ്ങാൻ കുറച്ച് നാളുകളുള്ളപ്പോഴാണ് രോമാഞ്ചം റിലീസാവുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടാണ് രോമാഞ്ചം റിലീസെല്ലാം ഇവിടെ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നത്. രോമാഞ്ചത്തിന് മുന്നേ തന്നെ പ്രൊജക്റ്റ് ആയിരുന്ന സിനിമയായിരുന്നു ആവേശം. അതിൽ ഇതിൻ്റെ ടീസർ ഇറങ്ങിയ സമയത്തും പാർട്ടിൽ ഇറങ്ങിയ സമയത്തും ഒക്കെ ഇവിടെ നോർമലി ഒരു പബ്ലിക് റെസ്പോൺസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആളുകൾ പറയുന്ന പഴയ അല്ലു അർജുൻ പടങ്ങളിലെ കാണുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടി. അങ്ങനത്തെ ഒരു ചേട്ടൻ്റെ ലുക്കും ഏകദേശം അതേപോലെ ഒരു നമ്മുടെ തെലുങ്ക് പടങ്ങൾ വരുന്ന വില്ലന്മാരപ്പെട്ട ആ സെയിം ആ ലുക്കല്ലേ ശരിക്കും അങ്ങനെ തന്നെ ഒരു മാസ് വില്ലൻ അല്ലെങ്കിൽ ഒരു കോമഡിയില്ല അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. ഇയാൾ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു ഗുണ്ടയാണ്. അതുകൊണ്ടാണ് പ്രൈമറിലി അങ്ങനത്തെ ഒരു ലുക്കിലേക്കൊക്കെ എത്തിയത്. ഓൾമോസ്റ്റ് ചിത്തുവിന് പറഞ്ഞ ചിത്തു കണ്ട് പോയ ആളുകളിൽ നിന്നും ഒരുപാട് പേരിൽ നിന്നാണ് അങ്ങനെ ലുക്കിലേക്ക് എത്തിയത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അല്ല, അങ്ങനെ വേറൊരു പടം പോലെ അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവമാണ്, അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത്. നോക്കാം. ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ ആരും അഴിച്ചു വിട്ടിട്ടില്ല. ആദ്യം കൊമേഴ്ഷ്യൽ പടം, ഒരു ഔട്ട് കൊമേഴ്ഷ്യൽ പടം ചെയ്യുകയാണ്. അപ്പോൾ ഒരു ആക്ടിങ് പ്രോസസ്സിൽ അതൊരു ഈസി ആയിരുന്നോ, ടഫായിരുന്നോ മറ്റുള്ളവരിൽ? ഈ ക്യാരക്ടർ കുറച്ച് എന്താ പറയുക, കുറച്ച് ലൗഡാണല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ അയാൾ കറക്റ്റ് മലയാളമല്ല സംസാരിക്കുന്നത്. അയാൾ അങ്ങനത്തെ ഫുട്ടേജൊന്നും വരാത്തതുകൊണ്ടാണ്. പുള്ളി കന്നഡയും മലയാളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഉറക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രൊമോഷൻ രീതിയും പെർഫോമൻസും ആയിരുന്നു ഇക്കാടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. എന്തായിരുന്നു അതിന്റെ കാര്യം? കാര്യമൊന്നുമില്ല, ട്രെയിലർ പോലും ഇല്ല. അതൊക്കെ ചെയ്താലേ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് ഈ പടം എന്നല്ല, ചെയ്യുന്ന പടങ്ങളെല്ലാം ആൾക്കാർ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ഒരു ഇൻട്രോ ഈ പടത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. പടം കാണാൻ പോകുന്നതിന് മുമ്പ് ഈ പടത്തിനെ പറ്റി ഒരു ഇൻട്രോ ആൾക്കാർക്ക് കൊടുക്കണമെന്ന് തോന്നുന്നു. ഈ പടത്തിനുള്ള ഇക്കാടെ ഒരു കോൺഫിഡൻസ് ആണോ ഈ ഒരു പ്രൊമോഷൻസിലേക്ക് ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് കാണാറുണ്ട്?
ഇപ്പൊ കോളേജിൽ പോയി ഡാൻസ് ഞാൻ എല്ലാവരും പോസിറ്റീവ് അല്ലേ, ഞാൻ ഭയങ്കര പോസിറ്റീവ് അറിയാത്തോണ്ടായിരുന്നു. സാധാരണ കോളേജിൽ ഡാൻസ് പെർഫോമൻസുകൾ ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇല്ല, അതെന്നാ കുട്ടികൾ ചുമ്മാ, ഞാൻ ഡാൻസ് പഠിച്ചിട്ട് പോയതൊന്നുമില്ല, കുട്ടികൾ ചുമ്മാ പറഞ്ഞുകൊണ്ട് ഞാൻ അവരോട് അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരുടെ എന്തോ യൂണിയൻ ഡേ ആയിരുന്നു, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിന്. സുഷി, മഞ്ഞുമൽ ബോയ്സ് ഇറക്കിയപ്പോൾ താങ്കൾ പറയാം മലയാള സിനിമയുടെ സീൻ ഇപ്പം താങ്കൾ ചെയ്യുന്ന എല്ലാ പടങ്ങളും ഇപ്പോൾ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുക, ചെയ്യുന്ന ട്രാക്കുകളായാലും ശരി, മലയാളികൾക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആവേശം എങ്ങനെ ഒരു ചിത്രം തിയേറ്ററിൽ ആവേശം കൊള്ളിക്കുമോ? തിയേറ്ററിൽ ആവേശം കൊള്ളിക്കണമല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട്. ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രോമാഞ്ചം കൊള്ളിക്കോ എന്നുള്ളൊരു സാധനം. അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, രോമാഞ്ചം കൊള്ളിക്കും എന്നുള്ളൊരു സാധനം. ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എൻ്റർടൈനർ ആണ്. മൊത്തത്തിൽ ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എൻ്റർടൈനർ പാക്ഡ് ആയിട്ടുള്ളൊരു പടമാണ്. അതിൻ്റെ അകത്ത് വേറെ അൺഎക്സൈറ്റ്മെൻറ്റ് എന്നല്ലേ പറയാം, അത് ഉണ്ടാവാൻ സാധ്യതയില്ല. എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. മറ്റൊന്നും സീൻ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞൊന്നുമല്ലല്ലോ, ചുമ്മാ തള്ളി വെക്കുന്നത്. അതേപോലെ അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോഴേക്കും നമ്മൾ ആ ടെമ്പോയിലേക്ക് എത്തി. ഈ ആവേശത്തിൽ എങ്ങനെയായിരുന്നു മ്യൂസിക്കിനെ കണക്ട് ചെയ്യുന്നത്? ആവേശത്തില് രോമാഞ്ചത്തിലുള്ള പോലെ, രോമാഞ്ചത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ട്രാക്കൊക്കെ അങ്ങനെ ഉള്ളൂ. ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല, എല്ലാം ഒരു സ്കോർ പോലെ. നമുക്ക് ഈ പറഞ്ഞ പോലെ 8 പാട്ട് ഉള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല, ആ ഒരു 8 സോങ്സ് വന്ന് പോകുന്നത്. റാപ്പ് ഒരുപാടില്ല, എന്നാലും ഉണ്ട് 2-3 സോങ്സ് റാപ്പായിട്ടുണ്ട്. എല്ലാം മലയാളം, ഇംഗ്ലീഷും ഒരു സോങ് മാത്രം ഇംഗ്ലീഷാണ്, ബാക്കിയെല്ലാം മലയാളം. സൗത്ത് ഇന്ത്യൻ എനിക്കറിയില്ല, ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്തു പോകും. സുജിയേട്ടാ, ചേട്ടാ ഒരു ഇന്റർവ്യൂവിന് മുമ്പ് പറഞ്ഞിരുന്നു ആവേശത്തിൽ ഒരു അർജുൻ അനിരുദ്ധ് ടൈപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്കൊരു പരിധി വരെ ഇല്ലുമിനാറ്റിൽ ഞങ്ങൾ കേട്ടു. അപ്പോൾ ഇനി അതിനെ വെല്ലുന്നൊരു സോങ് ഇനി നമുക്ക് ചിത്രത്തിൽ പ്രതീക്ഷിക്കാമോ? ആ ഒരു വൈബ് ഇനിയും ഇറക്കാൻ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, ഇനിയും കുറച്ച് ഇറക്കി വിടും. എനിക്കൊന്ന് റിലീസ് ആവാറായതുകൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറക്കുന്നത്. എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ്. എനിക്ക് ഈ അനിരുദ്ധ റെഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ. ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്കൊക്കെ നോക്കുമ്പം ഈ സന്തോഷ് നായരനും അനിരുദ്ധൊക്കെയാണ് കേട്ട് നോക്കാൻ പറ്റുന്ന സാധനം. അപ്പം അങ്ങനത്തെ കുറച്ച് ചുമ്മാ യൂസ് ചെയ്തു അതൊന്നുമില്ല, ചുമ്മാ എന്തെങ്കിലും ഒരു അല്ല. ഈ പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെയും ചെയ്യാത്ത സിനിമകളുടെ സ്വഭാവവും പെർഫോമൻസ് ആയാലും ഇങ്ങനെയൊരു സെറ്റിങ്ങിൽ ഇങ്ങനൊരു എന്താ പറയുക, ബാംഗ്ലൂരിൻ്റെ ഒരു കോളേജ് ലൈഫും സ്റ്റുഡൻറ് ലൈഫും വേറൊരു സൈഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ മൊത്തത്തിലൊരു പുതുമ തോന്നിയതുകൊണ്ടാണ്. ഇത് ആക്ച്വലി പുള്ളിയുടെ സെക്കൻഡ് പേഴ്സണാലിറ്റിയാണ്. അതായത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പടം കഴിയുമ്പോൾ ഫഹദ് ഫാസിൽ എന്ന് വയ്ക്കും, ഇനി ഇതുപോലത്തെ വേറെ എന്തെങ്കിലും മാസ് പടമോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പടം ചെയ്യുമ്പോൾ ഫഫാന്ന് വയ്ക്കും. അതിനുള്ളൊരു പരിപാടിയാണ്, അത് തുടക്കമായിട്ടുള്ളതേ ഉള്ളൂ. ആവട്ടെ ആവട്ടെ. കുറെ കാണാനുണ്ട്, ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ഈ പറഞ്ഞെല്ലാം ഉണ്ടോ? അല്ല, അങ്ങനെയല്ലല്ലോ, ഒരിക്കലും അല്ല. ഇപ്പം എന്നെ തേടി വരുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം മാക്സിമം ഓരോ സിനിമകളും ഡിഫറെൻ്റ് ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ.
ഈ സ്വഭാവത്തിലുള്ള സിനിമകൾ ഇപ്പൊ ചെയ്യാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണം എന്ന് തോന്നി. ഇപ്പം ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസിനൊക്കെ ഇപ്പൊ നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമെന്നൊന്നുമില്ല. ഇതിനെല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത്. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാം ഓർഗാനിക്കായിട്ട് സംഭവിച്ചത്. ഈ സിനിമയിലാണെങ്കിലും ഡേ മോനെ എന്നുള്ളൊരു ഡയലോഗ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും മാത്രം ചോയ്സ് ആണ്, അതോ പകുതിക്കാട് ഒരു കോൺട്രിബ്യൂഷൻ അവിടെ വരുന്നുണ്ടോ? നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നതാണ്. ഇപ്പം എനിക്ക് ഓർമ്മ വന്നത്, എന്നെ സ്കൂളിൽ എൻ്റെ ഒരു സീനിയർ എന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം അവിടെ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ നസ്രിയൊക്കെ അത് എല്ലാവരും അത് യൂസ് ചെയ്ത് തുടങ്ങി. സെറ്റ് ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട്. ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ഗേൾസ് ഫാൻസ് ഉണ്ട്. അപ്പം നോർമലി ഇങ്ങനെ ഒരു ചിത്രം ഞങ്ങൾ ഒരു പബ്ലിക് റെസ്പോൺ എടുത്തപ്പോൾ ഹിപ്സ്റ്ററിനെ കണ്ടപ്പോഴേക്കും ഹിപ്സ്റ്റർ പടത്തിലുണ്ടോ? ഇത്ര മൈക്കുണ്ടോ? ഒരുപാട് ഗേൾസ് ഫാൻസ് ഉള്ള ഒരാളാണ്. സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. ഇതിന്റെ ഒരു പബ്ലിക് റെസ്പോൺസ് എടുത്ത സമയത്ത് തന്നെ ഹിപ്സ്റ്റർ ഈ പടത്തിലുണ്ടോ? അത് കാണാനൊരു ഇൻട്രസ്റ്റ് ആണ്. ഉണ്ട്, ഗേൾസ് ആയാലും കുറച്ച് അദ്ദേഹം ഈ പടത്തിലുണ്ടോ എന്ന് ചോദിച്ചില്ല. അപ്പം അത്രയും ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. ഈ പടത്തിലേക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്താണെന്നൊരു എങ്ങനെയാണ് ഈ പടത്തിലേക്ക് വന്നത്? പടത്തിലേക്ക് ജിത്തുചേട്ടൻ വിളിക്കുന്നത് ഫസ്റ്റ് പടമാണല്ലോ. അപ്പം ഇതേപോലൊരു പകുതിക്കാന്ന് പറയുമ്പോൾ വലിയൊരു ആക്ടർ ഒരുപാട് പടങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മലയാളികളെ ഇന്നും ഇപ്പോഴും ഒരുപാട് ഓർക്കുന്ന കഥാപാത്രമുണ്ട്. ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് ഭാഗമാകുമ്പോൾ എന്താ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത്? എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. പിന്നെ എന്താ ഞാൻ മുമ്പ് പറഞ്ഞ ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു അത്. ഇപ്പം എനിക്കായാലും റോഷനായാലും മിഥുൻ്റെയും ഫസ്റ്റ് പടമാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു അവിടെ. നമ്മൾ റൂമിൽ എന്നോട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 month കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതൊക്കെ ജോയിൻ ചെയ്തത്. അപ്പോഴെല്ലാവരും എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പുള്ളിയിലൂടെ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാം. ശരിക്കും പകുതിക്ക് ഇങ്ങനത്തെ ഒരാളാണോ? കാരണം നോർമലി നമ്മൾ ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആള് വേറല്ലേ. നമ്മൾ ടീച്ചർ കണ്ടു കഴിഞ്ഞാൽ ഡാൻസ് ചെയ്തൊക്കെ ആള് വേറല്ലേ. അത് കട്ട് പറഞ്ഞു കഴിയുമ്പോൾ ആളൊരു നോർമൽ ഒന്നിലും ഇല്ലാത്ത സൈലന്റ് ടൈപ്പ് അങ്ങനെ ശരിക്കും അങ്ങനെ ആയിരുന്നു ആള്. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രംഗയാണ്. ഇത് നമുക്ക് ഇപ്പം ഷൂട്ടിന് പോകുന്നതിന് മുന്നേ എന്തോ പഠിക്കാൻ പോവാണെന്ന് വീഡിയോ ചെയ്തിട്ടാണ് പോയെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സോ ഇപ്പം യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഇട്ട വീഡിയോ 1 year ബാക്കാണ്. അപ്പോൾ അതിൽ കമൻ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മകനെ മടങ്ങി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റ് ഉണ്ട്. അപ്പം എന്താ എന്തുകൊണ്ട് പിന്നീട് ഒമേഗയുടെ നോക്കിയില്ല, അല്ലെങ്കിൽ പകുതിക്കൊക്കെ വെച്ചിട്ട് ഓക്കെ. അപ്പം ഇനി സിനിമകളായിരിക്കും കൂടുതൽ നോക്കുക, അല്ലെങ്കിൽ നേരത്തെ ഇതുപോലത്തെ ബ്ലോഗ് പരിപാടി അങ്ങനെ ആയിരിക്കും? ഞാൻ മെയിൻലി ഇപ്പോൾ എൻ്റെ വീഡിയോസിൽ ഞാൻ എൻ്റർടൈൻമെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്തത്. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ എൻ്റർടൈൻമെൻറ്റ് മാത്രം എൻ്റെ വീഡിയോസ് ആണെന്നൊക്കെ അറിയാം. അത് മാത്രം ഫോക്കസ് ചെയ്തത്. ഞാൻ ഒരു ഫ്ലോയിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഫിലിമിലിപ്പോൾ ജിത്തുചേട്ടൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെയ്തു. അപ്പം നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് വന്നാലേ എനിക്കും ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ആ ഒരു ഫ്ലോ അനുസരിച്ച് പോകാനാണ് ഇപ്പോൾ മൈൻഡിൽ. വലിയ പ്ലാനിങ് ഒന്നുമില്ല. ഇതിപ്പോ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട്, ഇവര് 3 പേരുമാണ് സിനിമയിലെ ഹീറോ. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ 3 പേരെയും ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യാനായിരുന്നു. കാരണം ഹിപ്സ്റ്ററിനെ കണ്ട ആളുകൂടിയ ഷൂട്ട് നടക്കത്തില്ല. അപ്പൊ അത്രയും 1 million സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സെറ്റിലല്ലേ. അപ്പം ഞങ്ങൾക്കും ഇത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ചും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും എന്താ പറയുക യങ്സ്റ്റേഴ്സായിട്ട്, അതും ഇൻഡിവിജ്വലി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഇൻട്രാക്ട് ചെയ്ത് കുറേ നാൾ 3-4 മാസം ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്നു. താങ്ക് യു. ഇതിപ്പോൾ രോമാഞ്ചം OTT റിലീസിന് ശേഷം രോമാഞ്ചം കണ്ടിട്ട് ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വിമർശനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരും
നിമിഷങ്ങൾ ഉണ്ടാവണം, അത് തിയേറ്ററിൽ വർക്കാവുന്ന, അതായത് റിലീസിന് ശേഷവും ആളുകൾ പറഞ്ഞു രസിക്കുന്ന തമാശകൾ, അതായത് നമ്മുടെ പണ്ടത്തെ ഈ അന്വേഷണ സിനിമകളിലൊക്കെ ഉള്ള പോലത്തെ തമാശകളുണ്ടല്ലോ, നമ്മൾ ഡെയിലി യൂസേജസ് പോലെ ഉപയോഗിക്കുന്ന തമാശകൾ, അങ്ങനെ ഉണ്ടാക്കാൻ റൈറ്റിംഗ് ലെവലിൽ തന്നെ അങ്ങനെ ഒരു ശ്രമമുണ്ടോ? എപ്പോഴും നമ്മൾ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അത് ഇതിനും ശ്രമിച്ചിരുന്നു, രോമാഞ്ചത്തിനും ശ്രമിച്ചിരുന്നു, ഇതിനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാളുകൾക്ക് അതായത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു, അതിലിഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് കൂടി ഇത് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നോക്കാം, മറ്റന്നാൾ പറയും. ഈ രോമാഞ്ചം കഴിഞ്ഞതിന് ശേഷം രോമാഞ്ചം സിനിമയ്ക്ക് ഇത് തന്നെയായിരുന്നു മനസ്സിൽ വേറെ സംസാര രീതികളുണ്ട്. രോമാഞ്ചത്തിന്റെ ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായി, അതിന് തന്നെ വേറെ ഡിസ്ട്രിബ്യൂട്ട് ഏറ്റെടുത്തു. അതിന് താങ്കൾ തന്നെ പറഞ്ഞ കാരണം ഇതിന്റെ രോമാഞ്ച സെക്കൻഡ് പാർട്ട് പോലെ വേറെ ആൾക്ക് കമ്മിറ്റ് ചെയ്തെന്ന് പറയുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇല്ല, വേറെ നമുക്ക് കമ്മിറ്റ് ചെയ്തതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. രോമാഞ്ചം സെക്കൻഡ് പാർട്ടിന്റെ കാര്യം അന്ന് സംസാരിച്ചിരുന്നത്. രോമാഞ്ചം സെക്കൻഡ് പാർട്ടുണ്ട്, അതിന്റെ പ്ലാനിങ്ങുകൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലങ്ങനെ വേറെ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടല്ല. രോമാഞ്ചം റിലീസ് ആവുന്നതിന് മുന്നേ ആയ പ്രൊജക്റ്റാണ് ഇത്. രോമാഞ്ചത്തിൻ്റെ റിലീസിനൊക്കെ എത്രയും മുന്നേ ഇത് പ്രൊജക്റ്റായി കഴിഞ്ഞു. നവംബറിൽ ഇത് പ്രൊജക്റ്റായി, നവംബർ ഡിസംബറിൽ പ്രൊജക്റ്റായി, ഫെബ്രുവരിയിലാണ് രോമാഞ്ചം റിലീസാവുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടും ഇതും തമ്മിൽ അങ്ങനെ വേറെ ബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെ യാതൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. അല്ല, എനിക്ക് അങ്ങനെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത്രയും ഒരു വളരെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് പോലും പൂർണ്ണമായിട്ട് തീരുമാനമായിട്ടില്ല. ഒരു സ്ക്രിപ്റ്റ് ആവാതെ ഞാൻ ഒരിക്കലും കമ്മിറ്റ്മെന്റിലേക്ക് പോകില്ലല്ലോ. സജിൻ, ഇപ്പം നമുക്ക് മണിച്ചിത്രത്താഴിൽ ചേച്ചിയൊക്കെ നരേറ്റ് ചെയ്തിരുന്നു ആദ്യം എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ ടീച്ചറിൽ കണ്ട അത് അപൂർവമായിട്ട് ഒരു ക്യാരക്ടറെ നരേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം അപൂർവമായിട്ടാണ് ഒരു ആക്ടറിന് കിട്ടുക. അപ്പൊ ഈ ചിത്രത്തിൽ അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടല്ലോ. ബേസിക്കലി രംഗണ്ണ ആരാണ് നരേറ്റ് ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ച് ഭാഗ്യമാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അത് പക്ഷേ ടീച്ചറിൽ വരും നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു. പടത്തിൽ ഓൾറെഡി അങ്ങനെ ചെയ്തു, ടീച്ചറിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് സന്തോഷം. പിന്നെ ഭാവികാലെ പോലെ ഒരു ആക്ടറിനോട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയ വളരെ സന്തോഷം. എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ പടം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അതിലെ ഓരോ സിനിമകളും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. ആവേശത്തിലാണ് വ്യത്യസ്തമായ കഥാപാത്രം. ആവേശം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ അതിൽ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. ആവേശം മാറ്റി നിർത്തി പെർഫോമൻസ് വൈസോ അതോ? തീർച്ചയായും തൊണ്ടിമുകളിൽ ചെയ്യുമ്പം ഒരു ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം പോലീസുകാർ നമ്മളൊരു സെറ്റ് ചെയ്തിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷൻ സെറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം ആക്ഷൻ പോലീസുകാരാണ് നമ്മളത് ഹയർ ചെയ്തത്. ഞാനും അലൻ ചേട്ടനും മാത്രമേ ഉള്ളൂ, സുരാജ് ചേട്ടൻ ആക്ടേഴ്സായിട്ട്. എനിക്കത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഫസ്റ്റ് ഡേ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് പൊത്തം പറഞ്ഞ് ഒരാളെ ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ മാല മുട്ടിച്ച് പിടിച്ചു. അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ നിൽക്കുകയായിരുന്നു. പോലീസ് അവരാണ് അതെല്ലാം ചെയ്തത്. എനിക്കത് ഭയങ്കര ഒരു ഞാൻ അതുവരെ ചെയ്യാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ ആ പടം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ഓരോ സിനിമയിലേക്ക് മാറുമ്പോൾ ഓരോ കഥാപാത്രം മാറുമ്പോൾ അത് എങ്ങനെയാണ് സ്റ്റഡി ചെയ്തെടുക്കുന്നത്? ഒരു ഡയറക്ടറുമായിട്ട് ഇരുന്ന് സംസാരിച്ച് ഈ കഥാപാത്രത്തെ ഞാൻ ഇത്ര മീറ്റർ പിടിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ ഇത്ര മീറ്റർ മതി, അങ്ങനെ എങ്ങനെയാണ് ഒരു ചർച്ച വരിക? ഒരു ഷൂട്ടിന് പോകുന്നതിൻ്റെ ഒരു ധാരണ ഉണ്ടാവും. അത് ഏത് അളവെന്നുള്ളത് ഇപ്പം ഞാൻ അവിടെ പോയി ചെയ്യുന്നത് കണ്ടിട്ട് ഇതല്ല കുറച്ചുകൂടെ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ഇത്രയും വേണ്ട, അത് ഷൂട്ടിന്റെ പ്രോഗ്രസ്സിലായിരിക്കും നടക്കുന്നത്. പക്ഷെ ഒരു ധാരണ ഉണ്ടാവും, ഒരു എന്താ പറയുക, ഒരു കാരിക്കേച്ചർ പോലെ നമുക്ക് ഈ കഥാപാത്രത്തിന്റെ എല്ലാ വശങ്ങളും നമുക്ക് അറിയായിരിക്കും. പക്ഷെ അത് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നത്. പലപ്പോഴും റീഷൂട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ആദ്യ ദിവസങ്ങളിൽ ചെയ്തത് പിന്നെ കാണുമ്പോൾ അത് വർക്കാതെ പോലെ തോന്നുന്നു, പോയത് വീണ്ടും റീഷൂട്ട് ചെയ്യും. എനിക്ക് മുമ്പ് അറിയാവുന്നതാണ്. ഞാൻ വേലക്കാരനൊക്കെ വർക്ക് ചെയ്തിട്ട് എനിക്ക് കുറച്ച് മുമ്പ് അറിയാവുന്നതാണ്. എനിക്ക് അന്നും ഇന്നും ഞാൻ പുള്ളിയോടുള്ളപ്പോൾ ഞാൻ ഒരുപാട് ചിരിക്കാറുണ്ട്. എനിക്ക് അറിയാവുന്ന എന്നെ ഒരുപാട് ചിരിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഈ ചിത്രം ആവേശം അനൗൺസ് ചെയ്ത മുതൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ. ഇപ്പം അതിനുശേഷം ഇത് വേറൊരു ടൈപ്പ് പരിപാടിയാണെന്ന് സുഷിൻ പറഞ്ഞപ്പോഴൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ലുക്കിലൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ധ്യാൻ വന്ന് രാവിലെ
വലിയ അന്വേഷണങ്ങൾ എന്നുള്ളൊരു വിമർശനങ്ങളുണ്ട്. ഈ അങ്ങനെയുള്ള ആ ഒരു പ്രസ്ഥാനമാണ് എനിക്ക് തോന്നുന്നത് ചെറിയ ഒരു ഡിസ്കഷൻസ് ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നു. തന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴിൽ സിനിമകൾ വന്നിട്ടുള്ളത്. ഇപ്പോഴും തമിഴിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും എന്താ പറയുക, ഒരു നേരത്തെ പറഞ്ഞ പോലെ ടാലന്റ് കൊളാബറേഷൻ ആയിട്ട് തന്നെ കാണുന്നില്ല. അല്ലാതെ നമ്മളവിടെ പോയി തമിഴ് സിനിമ ചെയ്ത് തമിഴ് സിനിമ എന്നേക്ക് മാറ്റാനൊന്നുമല്ലോ. അവിടെ പോയി നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പം കമൽ സാറായിട്ടുള്ള റിലേഷൻ, രജനി സാറായിട്ടുള്ള റിലേഷൻ ഒക്കെ ഇങ്ങനെ പോയി സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ്. ഫാദുക ഇവിടെ എൻ്റെ പേര് ഫാസിൽ എന്നാണ്. എൻ്റെ ചോദ്യത്തിൽ ഇപ്പോൾ ടീച്ചറിൻ്റെ സമയത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഫാസിൽ എന്ന് ചോദ്യം ചെയ്യുക. അപ്പോൾ അത് ഉമ്മയോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകട്ടെ, എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുന്നത്. ഇപ്പോൾ ടീച്ചറിൻ്റെ ചില കട്ടുകൾ രാജമണിക്കത്തിന് ചെറിയൊരു റഫറൻസ് പോലെ കാണിക്കുന്നുണ്ട്, എക്സ്പെക്ട് സ്ലാങ്ങിൻ്റെ ചെറിയൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ രംഗനെ ബിൽഡ് ചെയ്യാനായിട്ട് അൻവർക്കാട് എന്തെങ്കിലും ടിപ്സോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, രംഗ ആദ്യം എന്നോട് പറയുമ്പോൾ തന്നെ രംഗ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. എന്നോട് കഥ പറയുമ്പോൾ തന്നെ രംഗ വെള്ളയൊക്കെ ഇട്ട് ഗോൾഡൊക്കെ ഇടുന്നൊരു ആൾ തന്നെ. പിന്നെ ഈ മീശയും ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ പിന്നെ ഒരു ലുക്കിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. അല്ലാതെ വേറൊരു സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് ചെയ്തതാണ്. മമ്മൂക്ക വെച്ച് മഹേഷ് ചെയ്യുന്ന പടത്തിൽ ഞാനെന്നെ ലീഡാകുന്നത്. ഇല്ലില്ല, അത് മമ്മൂക്ക മഹേഷ് ചിത്രമാണ്. ജിത്തു ചേട്ടാ, ഇപ്പം രോമാഞ്ചം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പം രോമാഞ്ചം വരുന്ന ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആവേശത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ടൈറ്റിൽ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ സിനിമയും ടൈറ്റിലും തമ്മിലുള്ള കണക്ഷൻ? അല്ല, ആവേശം എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തിട്ടുള്ളത് കാണുമ്പോൾ എപ്പോഴും തോന്നുന്നത്, അതിൽ ഏറ്റവും കൂടുതൽ തോന്നുന്നൊരു വികാരമാണ് ഈ ആവേശം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ പടത്തിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. കുറേ ഉണ്ട് വെച്ചാൽ 12 വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 വർഷത്തെ കഴിഞ്ഞിട്ട് ഒതുക്കിയുണ്ട് കുറേ. സുഷിനോടാണ് ഈ സിനിമയുടെ പാട്ടുകളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ രോമാഞ്ചം വരുമ്പോൾ എൻ്റെ ലിറിസിസ്റ്റ് വിനായക് ശശികുമാർ, ഈ സിനിമയിലും വിനായകനെയാണ് പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ രോമാഞ്ചം കണ്ടുകൊണ്ട് പലപ്പോഴും ആ പാട്ടുകൾ ആ സിനിമയുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പലരും. അപ്പോൾ ഇതിനകത്തും ചില പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചേക്കുന്നത് ഇപ്പോൾ ഈ വിനായകും സുഷിനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, കാരണം കുറേ ഹിറ്റ് പാട്ടുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനത്തെ സിംഗേഴ്സ് ഇപ്പോൾ ബാസി ഒരു പാട്ട് പാടിയിട്ടുണ്ട്, തമിഴിൽ നിന്ന് പാൽഡപ്പ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇങ്ങനെയുള്ള സിംഗേഴ്സിനെ ചൂസ് ചെയ്യുന്നത്? ജിത്തു എനിക്ക് 25 ദിവസം 8 പാട്ടാണ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ ഉള്ളത്. അപ്പോൾ നമ്മൾ 2 ദിവസത്തിലൊരു പാട്ട് ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്. ജിത്തു ഡെയിലി വരും, ഞാൻ അകത്തിരുന്നെങ്കിൽ ചെയ്യും, ജിത്തു പുറത്തുനിന്നെങ്കിൽ ബുക്ക് വായിച്ചിരിക്കും. അപ്പോൾ ഒരു ട്യൂൺ ഐഡിയ ഒക്കെ ആയിട്ട് വരും. വിനായക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ ഒരു കോമ്പിനേഷൻ പിടിച്ചതുകൊണ്ട് വേറെ പോകുന്നതിന് വരെ നമ്മൾ വിനായകനായിട്ട് ഓൾറെഡി വർക്കായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് തോന്നി. പിന്നെ നമുക്ക് 3 പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. അപ്പം അതുകൊണ്ടാണ് വിനായക് ഇതിൻ്റെ എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നത്. വോക്കൽസ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഓരോ പാട്ടിൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ രോമാഞ്ചത്തിൽ ചെയ്ത പോലത്തെ ട്രാക്സ് അല്ല ഇതിലിരിക്കുന്നത്. അപ്പം ഇതിലെല്ലാം പുതിയ പുതിയ വോയിസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ലീസ്റ്റ് ആയിട്ട് ഞാൻ കുറവ് പാടിയിരിക്കുന്ന ആൽബം കൂടെ, ഞാൻ അധികം പാടിയിട്ടില്ല ഇപ്പോൾ ആൽബത്തിൽ. പിന്നെ പാൽഡബിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ ഓരോ സോങ്ങിൻ്റെ വൈബ് അനുസരിച്ചിട്ട് നമ്മൾ 2 പേരും ഇരുന്ന് ഓരോ ആൾക്കാർ തപ്പം ഒരു വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കും ആരൊക്കെ ട്രൈ ചെയ്യാം. ബാസിനെ കൊണ്ട് ജാട പഠിപ്പിക്കണമെന്ന് എനിക്ക് എന്തോ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബാസിയുടെ ജാട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സുഷിൻ മഞ്ഞുമല്ല് ഇവിടെ മഞ്ഞുമല്ല് എന്താ വേടനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇപ്പം ഇതിൽ നോക്കുമ്പോൾ ഡാൻസി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരോടൊപ്പം ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ആസ് എ മ്യൂസിക് ഡയറക്ടർ ഉണ്ടായ ഒരു ചേഞ്ച് എന്താണ്? ഈ ഇൻഡിപെൻഡന്റ് കുറെ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ. അപ്പം എല്ലാവരെയും ഈ വോയിസ് തപ്പി പോകുമ്പോൾ ആക്ച്വലി കുറെ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ ഡാപ്സി ആണെങ്കിലും ഡാപ്സിയുടെ ഒക്കെ പോലത്തെ ഒരു വോയിസ് ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര റെയറാണ് നമുക്ക് കേൾക്കുന്ന അങ്ങനത്തെ സൗണ്ടും പരിപാടികളും.
അതാണ് കൂടുതലും ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റിനെയാണ് ഇതിനകത്ത് ഫീച്ചർ ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. കൂടുതലും സ്ഥിരമായിട്ട് പാടുന്ന ആൾക്കാരെക്കാളും തപ്പിയെടുത്ത്. പിന്നെ എന്താ ബാസി ഇതേപോലെ കേരളത്തിൽ പാടണം എന്ന് ചോദിച്ച് ഇതിൽ നിന്നെങ്കിൽ ചോദിച്ച് അവസരം മേടിച്ചിട്ടുണ്ടെന്നെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് ബാസി പറഞ്ഞു അമലേട്ടന്റെ പടത്തില് അമലേട്ടനോടൊക്കെ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പാട്ട് പഠിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ ഇന്ന് സുഷിനോട് ചോദിക്കാറുണ്ടോ ബാസി? അതെ, എനിക്ക് അവന്റെ ജാടം ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചോദിക്കില്ല. എന്റെ ആവശ്യമാണ് ബാസി പാടണമെന്നുള്ളത്. കാരണം ആ വോയിസ് അല്ലാണ്ട് എനിക്ക് വേറൊരു സൗണ്ട് വരുന്നില്ല ജാടപ്പാട്ടിന്. അപ്പൊ അങ്ങനെ ഞാൻ ബാസിക്ക് ചുമ്മാ ട്രാക്ക് അയച്ചു കൊടുക്കലും ബാസി എന്ന് പറഞ്ഞപ്പോ അങ്ങ് പാടിപ്പിച്ചു. അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും പഠിപ്പിക്കും. ഈ ആവേശത്തിന്റെ ഒരു പ്രൊഡക്ഷൻ നോക്കുവാണെങ്കിൽ ഫുള്ള് വലിയ കളർ പരിപാടികളാണ്. നിങ്ങൾ ഭയങ്കര ഒരു വലിയ സ്കെയിലായിട്ട് നമ്മൾ മലയാളത്തിൽ അങ്ങനെ കണ്ടു വരാത്ത കുറേ കാര്യങ്ങളാണ് എന്നെ തോന്നുന്നത്. ഫസ്റ്റ് ഇവിടെ രോമാഞ്ചം എന്ന് പറയുന്നത് ഒരു വീട് അത് ചുറ്റിപ്പറ്റി അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സും ഭയങ്കര പ്രൊഡക്ഷൻ തന്നെ ഭയങ്കരമായിട്ട് വലിയൊരു സ്കെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ സിനിമയിൽ ഇത്ര വലിയൊരു ചേഞ്ച് വരുമ്പോൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ പരിപാടികളൊക്കെ അല്ല, കഥ ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ വന്നത്. രോമാഞ്ചത്തിന് അതായിരുന്നു ആവശ്യം, അതുകൊണ്ട് രോമാഞ്ചം അങ്ങനെ എടുത്തു. ആവേശത്തിന് ഇപ്പോൾ അങ്ങനെ ഒരു സ്കെയിലാണ് ആവശ്യം. അങ്ങനെയാണ് കഥ പറയുന്നത്. അതിൻ്റെ സിറ്റുവേഷനും ക്യാരക്ടേഴ്സും പുരോഗമിക്കുന്ന രീതിയും ലൊക്കേഷനും എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ടാണ് നാച്ചുറലി അതങ്ങനെ ഒരിതായിട്ടുള്ളത്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്ന വെച്ചാൽ നമ്മളൊരു ദിവസം ഒരു സിനിമ ഒരുമിച്ചല്ലോ എടുക്കുന്നത്, ഒരു ഷോട്ട് ചെയ്ത് വരും, എളുപ്പമാണത്. തമിഴ് സിനിമയ്ക്ക് മാറി പോലും നമുക്ക് മലയാള സിനിമയ്ക്ക് ഒരു രംഗയായി മാറും. മലയാള സിനിമയ്ക്ക് ഉറപ്പായിട്ടും രംഗയായിട്ട് മാറും. ജിത്തു, ഇപ്പോൾ നമ്മൾ തമിഴിലും തെലുങ്കിലൊക്കെ നമ്മൾ ടൈറ്റിൽ കാർഡ്സ് വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ചെയ്യാനൊക്കെ എഴുതി വരുന്ന പോലെ മലയാളത്തിൽ അങ്ങനെയില്ല. അപ്പോൾ ആവേശത്തിൽ അങ്ങനെ ഫാഫയ്ക്ക് ഒരു ടൈറ്റിൽ ഉണ്ടാവും. അതൊക്കെ പടം കാണുമ്പോൾ ഫാഫയ്ക്ക് എങ്ങനെ ടൈറ്റിൽ എന്നൊക്കെ ഉള്ളത് പടം കാണുമ്പോൾ കാണുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്നാലും ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഒരു ടൈറ്റിൽ ലൈൻ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ തിയേറ്റർ ഡിസൈനിന് എളുപ്പമായിരിക്കും. അതൊന്നും ഞാൻ സെലിബ്രേറ്റ് ചെയ്യണ്ട, സിനിമ സെലിബ്രേറ്റ് ചെയ്യാൻ. കേട്ടില്ല. ചേട്ടാ, ഒരു നിലവിളിയിലൂടെയും ഓട്ടത്തിലൂടെയും സിനിമയുടെ ഗ്രാഫ് പെട്ടെന്ന് ഉയർത്തിയ ഒരു കഥാപാത്രത്തിൽ നിന്ന് ആവേശത്തിലേക്ക് വരുമ്പോൾ അതേ ഇമ്പാക്ട് കിട്ടുന്ന ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കുമോ? ഉറപ്പായിട്ടും. ഞാനിപ്പോൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ക്യാരക്ടറാണ് ആവേശത്തിൽ ഞാൻ ചെയ്യുന്നത്. മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളിലേക്ക് വെച്ച് അത് ഡിഫറെൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്കാലപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. മുൻപ് ചെയ്ത കഥാപാത്രങ്ങളിലേക്ക് വെച്ച് ഭയങ്കര ഡിഫറെൻ്റാണ്. ഓർമ്മയില്ല. സജീവ് ഈ പ്രമേയത്തിൽ നല്ലൊരു കഥാപാത്രത്തെ വന്നിട്ട് അത് മാറ്റി നിർത്തിയിട്ടാണ് ആവേശത്തിലേക്ക് വന്നെന്നുള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ നല്ല രീതിയിൽ ജിം വർക്കൗട്ടൊക്കെ ചെയ്തിട്ടാണ് ഈ കഥാപാത്രത്തിലേക്ക് വന്നെന്ന് കേൾക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആവേശം? ബ്രഹ്മയുഗം മാത്രമല്ല, കുറേ സിനിമകൾ മാറ്റി വെച്ചിട്ടാണ് ആവേശം ചെയ്യുന്നത്. ഞാൻ പറയണം, ഞാൻ ഷൂട്ട് നീട്ടി പോയതാണ് പുള്ളിക്ക് ബ്രഹ്മയുഗത്തിൽ നിന്ന് മാറേണ്ടി വന്നത്. ഞാൻ സമയത്തിന് ഷൂട്ട് ചെയ്തില്ല, കറക്റ്റ് സമയത്ത് ഷൂട്ട് തീർത്തുമില്ല. സോറി കേട്ടോ. പുഷ്പ വേറൊരു ഇൻട്രസ്റ്റിംഗ് ട്രാക്കാണ്. അങ്ങനെ ക്രൂരതയും പരിപാടിയൊന്നുമില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വേറൊരു ട്രാക്കാണ്. രസമുണ്ട്. പുഷ്പയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് കഴിഞ്ഞിട്ട് മറ്റേ ആളെയൊക്കെ ആഘോഷിച്ചിട്ടുള്ളൂ. പിന്നെ ഈ വില്ലന്മാരെ ആഘോഷിക്കുന്ന വില്ലന്മാരുടെ തമാശകളൊക്കെയാണ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ വില്ലന്മാരുടെ കഥാപാത്രത്തിന്റെ ക്വാളിറ്റീസ് ഒന്നും അല്ല.
പെർഫോമൻസിനെയാണ് ആൾക്കാർ സിമുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം മാമനിലായാലും വടിവേൽ സാറിൻ്റെ പെർഫോമൻസ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നതാണ്. പുഷ്പയിൽ ബണ്ണിയുടെ പെർഫോമൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. നാഷണൽ അവാർഡ് വരെ കിട്ടിയില്ല, ശരിയാണ്, നാഷണൽ അവാർഡ് വരെ കിട്ടിയില്ല. അപ്പം ഇതെല്ലാം ഫേസാണ്. ആവശ്യം പറയാം, ഇതെല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ത്രില്ലർ അത് ഉണ്ട്, കുറച്ച് ഒറ്റ ദിവസം മതി. ഈ പാലക്കാട് ഓരോ ആക്ടിങ്ങിൽ ഓരോ ചെറിയ എലമെന്റ് പോലും ഒരുപാട് ലേയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കഥാപാത്രത്തിൽ. എക്സാമ്പിൾ ഇപ്പോൾ ഷമ്മി കഥാപാത്രത്തിലായാലും ആ എന്താ നമ്മളെ ചോദിക്കുന്ന ഒരു കഥാപാത്രത്തിലായാലും ആ സൈലൻസിൽ പോലും കഥാപാത്രത്തിന്റെ പല പല ലേയേഴ്സ് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അർജുന അശോകന്റെ മറ്റേ രോമാഞ്ചത്തിൽ അർജുന അശോകന്റെ ആ ചിരിച്ചിട്ട് തലയാട്ടുന്ന ഒരു സാധനം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയതാണ്. അപ്പൊ ഈ ഫാസിൽ ഇത്തരം ചെറിയ ചെറിയ മാനറിസംസ് ഈ ആവശ്യത്തിൽ എത്രത്തോളം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്? അതങ്ങനെ ഒരു പർട്ടിക്കുലർ മാനറിസം എന്നുള്ളതല്ല, ഇതിനകത്ത് എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള പടങ്ങളിലൊന്നും ബന്ധമില്ലാത്ത രീതിയിലാണ് ഓരോ സീനുകളും ഓരോ ഷോട്ടുകളും ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും പുതിയ ഒരുപാട് സാധനങ്ങൾ കിട്ടാൻ വഴിയുണ്ട് ഇതിനകത്ത്. എങ്കിൽ പോലും കയ്യെത്തും ദൂരത്തിലുള്ള ഫാസിലും ആവേശത്തിലെ കൊണ്ടേയായിട്ട് വരുന്ന ഫാസിലും കൊണ്ടുള്ള അന്തരം അത്രയും വലുതാണ്. രണ്ടും അറ്റത്താ, ശരിയാ. ഇതില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ആവശ്യം പെർഫോം ചെയ്യുമ്പോൾ ചില സമയത്ത് മൺമോട് ചിത്തു ആവശ്യപ്പെടുമ്പോൾ ചിത്തു പറയുന്നത് ഇത് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറയും. ഇത് മുമ്പ് കണ്ടതാ, ഇത് എന്തെങ്കിലും ഉണ്ടോ നമ്മള്. അപ്പം അത്രയും കോൺഷ്യസ് ആയിട്ട് ഒരാൾ നിന്ന് നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ ഫ്രഷ്നെസ് സ്ക്രീനിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഏപ്രിൽ 11 പടം കാണുക, സെലിബ്രേറ്റ് ചെയ്യുക.